ഇന്ന് കേരളത്തിന് ഒരു മഹോത്സവമാണ്. എന്തുകൊണ്ടാണെന്നല്ലേ? ഇന്നാണ് കേരളത്തിന്റെ ജനാധിപത്യ മഹോത്സവത്തിന് തീയതി കുറിച്ച ദിവസം. ഏപ്രിൽ 9-നാണ് കേരളത്തിലെ അടുത്ത തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ അടുത്ത തെരഞ്ഞെടുപ്പിന് എന്താണ് ഇത്ര വൈശിഷ്ട്യം, എന്താണ് ഇത്ര പ്രത്യേകത? അതാണെന്നല്ലേ? അത് പറയാം. ഈ കഴിഞ്ഞ 10 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന വിസ്മയങ്ങളുടെ വിന്ധ്യ ഹിമാചലങ്ങൾ തീർത്ത ഒരു ഗവൺമെന്റ്. അത് തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രസക്തി. കേരളത്തിലെ ജനസാമാന്യം അടിസ്ഥാനപരമായി രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ളവരാണ്. അവർക്കറിയാം ആരാണ് അധികാരത്തിൽ വരേണ്ടത്. കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്തുമാത്രം പ്രിപ്പയർഡ്നെസ് നടത്തണമെന്നതിൽ എല്ലാവരും നമസ്കരിക്കേണ്ട രീതിശാസ്ത്രമാണ് ഇടതുമുന്നണിയുടേത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനമുണ്ടായതിന് തൊട്ട് ശേഷം ആദ്യമായി ഇടതുമുന്നണിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അതിൽ തന്നെ CPI. അത് ഇടതുമുന്നണിക്കകത്ത് ഉണ്ടായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കാര്യം. CPIയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അവർക്ക് ഒരുപാട് നന്ദി പറയേണ്ട സന്ദർഭമാണിത്. തുടർന്ന് ഗോവിന്ദൻ മാസ്റ്ററുടെ പത്രസമ്മേളനം വരുന്നു. CPIM-ന്റെ 81 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. വീണ്ടും 5 ഇടങ്ങളിൽ സ്വതന്ത്രൻ മത്സരിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാവൂ. മൊത്തം സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ ചില്ലറ അസ്വാരസ്യങ്ങൾക്ക് ഇട വരുത്തുന്ന ചില പേരുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഈ ഇടതുമുന്നണി ആർജിച്ച വിസ്മയ നേട്ടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ വളരെ നിസ്സാരമാണെന്ന് വേണം കരുതാൻ. ഈ കേരള ജനത അതൊന്നുമല്ല പരിഗണിക്കുക. നിങ്ങൾ ഓരോരുത്തരും, ഞാനടക്കമുള്ള ഈ കേരളീയ സമൂഹം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ രണ്ട് കൈയും കൂട്ടി തൊഴുക ആരെയായിരിക്കും? കേരള ജനതയെ തന്നെയായിരിക്കും. എന്തോ ഒരു കോംപ്ലക്സിന്റെ, എന്തോ ഒരു എന്താ പറയാ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ നമ്മളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉടനെ ഒരു പത്രസമ്മേളനം വിളിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞങ്ങൾ സുസജ്ജരാണ്, ഞങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. മുൻപെന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഏത്? പണ്ട് കുതിരോട്ടം പപ്പു പറഞ്ഞ ഡയലോഗില്ല, ഇപ്പൊ ശരിയാക്കി തരാം. ആ നട്ടും ബോൾട്ടും ഒന്ന് മുറുക്കെ വേണ്ടു. ഇവിടെ എപ്പോഴാണ് ഈ നട്ടും ബോൾട്ടും മുറുക്കി ഇവരുടെ പ്രശ്നം തീർക്കാൻ പോകുന്നത്? സുധാകരൻ എന്ന് പറയുന്ന ജന്മി മാടമ്പി സ്വഭാവമുള്ള UDF-ന്റെ 4 തവണ MLA-യും 1 തവണ മന്ത്രിയും 2 തവണ MP-യുമായിരുന്ന വ്യക്തി കൊലവിളി നടത്തിയിരിക്കുകയാണ് നേതൃത്വത്തിനെതിരെ. അയാൾ വരുത്താനിടയുള്ള ഡാമേജ് അത് നിസ്സാരമായി തള്ളിക്കളയാൻ UDF സംവിധാനത്തിന് കഴിയില്ല. VD സതീശന്റെ വിജയ സാധ്യത പോലും പരുങ്ങലിലാണ് പറവൂർ നിയോജക മണ്ഡലത്തിൽ. അതിനേക്കാൾ ഉപരി അവിടെ മത്സരിക്കാൻ പോകുന്നത് കറകളഞ്ഞ വളരെ നിഷ്കാമകർമ്മിയായ ടൈസൺ മാസ്റ്റർ എന്ന കയ്പമംഗലത്ത് 2 തവണ മൃഗീയ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു MLA ആണ്. ഇത്തവണ സതീശൻ പോലും ജയിക്കുമോ എന്നത് തീരുമാനിച്ചിട്ടാവാം അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായുള്ള സ്വയം പ്രഖ്യാപിത അഭിനയത്തിന് ഇയാൾക്ക് ആകെ കിളി പോയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ആ മാതിരി കോപ്രായങ്ങളാണ് അദ്ദേഹം. ആകെ അസ്വസ്ഥനും അസ്വസ്ഥബാധിത പ്രദേശവുമായി മാറിയിരിക്കുന്നു VD സതീശൻ. വരും കാലങ്ങളിൽ ഇനിയും രസകരമായ കാഴ്ചകൾ ഉണ്ടാവും. ഇടതുമുന്നണി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്ന സുദിനത്തിനായി കാത്തിരുന്നുകൊണ്ട് അതിനായി എല്ലാ ഇടത് പ്രവർത്തകരോടും അവരുടെ ഇനിയുള്ള ദിനരാത്രങ്ങൾ
ആ, എന്താ പറയാ, ആത്മത്യാഗം ചെയ്തതിനു വേണ്ടി പ്രവർത്തിക്കാൻ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.